40 വർഷത്തെ സിനിമാ ജീവിതം അടിസ്ഥാനമാക്കി സംവിധായകൻ പപ്പൻ നരിപ്പറ്റ രചിച്ച സിനിമയോടൊപ്പം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ക്രിസ്റ്റൽ ഷൂട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ നടൻ ഇന്ദ്രൻസ് പുസ്തകം പ്രകാശനം ചെയ്തു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ 40 വർഷത്തെ സിനിമാ ജീവിതം അടിസ്ഥാനമാക്കി രചിച്ച സിനിമയോടൊപ്പം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ക്രിസ്റ്റൽ ഷൂട്ടിൽ നടന്ന ചടങ്ങിൽ നടൻ ഇന്ദ്രൻസ് സുഗുണേഷ് കുറ്റിയിലിന് നൽകിയായിരുന്നു പുസ്തകം പ്രകാശനം ചെയ്തത്. സിനിമയുടെ കുഴപ്പങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സംവിധായകനാണ് പപ്പൻ നരിപ്പറ്റയെന്ന് ഇന്ദ്രൻസ് പറഞ്ഞു. വസ്ത്രാലങ്കാരം കൈകാര്യം ചെയ്തിരുന്ന തനിക്ക് സിനിമകളിൽ അവസരം നൽകാനും വളരാനും സഹസംവിധായകനായ പപ്പൻ നരിപ്പറ്റ ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് ഇന്ദ്രൻസ് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർത്തെടുത്ത് എഴുതുന്നത് പോലെയല്ല, അദ്ദേഹത്തിന് അതിനുള്ള അറിവുണ്ട്. പിന്നെ നമ്മൾ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത്, പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നടന്മാരെക്കാളും ഭയങ്കര സുന്ദരനായിരുന്നു അദ്ദേഹം. അപ്പൊ മിക്കവാറും നടന്മാർക്കൊന്നും അത്ര പിടിക്കത്തില്ല. അപ്പൊ രാജസേനൻ സാറ് പറയും, ഒപ്പം കളരിയാ, വടകര അങ്ങ് അവിടെ കടലിത്തറയ്ക്കുള്ള ആളാണെന്ന് പറയും. അതുപോലെ ഉണ്ടായിരുന്നു. സത്യത്തില് ഇച്ചിരി നല്ല എരിഞ്ഞൊക്കെ വന്ന് നിൽക്കുമായിരുന്നു. പക്ഷെ നല്ല ചിട്ടയോടെ സീൻ ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അന്നത്തെ നല്ല രാജസേനൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല രണ്ട് കൂട്ടുകാർ അസോസിയേറ്റുമാരായിരുന്നു. കെ ഹരിദാസും പപ്പൻ നരിപ്പറ്റ. അപ്പോൾ അത് ഒരുപാട് ഹിറ്റ് സിനിമകൾ ഉണ്ടായിരുന്ന കൂട്ടത്തിലായിരുന്നു അവർ രണ്ടുപേരും. പിന്നീട് രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ പടം ചെയ്യാൻ തുടങ്ങി. രാജസേനൻ സാറിൻ്റെ കൂട്ടത്തിൽ നിന്ന് വലിയ ഡയറക്ടറായിട്ട് തന്നെ പിരിഞ്ഞതും പിന്നീട് അധികം ആ കൂട്ടത്തിൽ നിന്ന് മാറിയ ശേഷം നമുക്ക് അധികം ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കയറ്റി വിട്ടുന്നിട്ട് എനിക്ക് ദോഷമുണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണുകയും പിരികേറ്റി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്ന പുസ്തകം സത്യമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് തന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും ജീവിതചര്യയും ഒക്കെ വളരെ ചിട്ടയോടെ സിനിമയുടെ ചില കുഴപ്പങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സിനിമാക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം സിനിമ ആഘോഷിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഇഷ്ടമുള്ള ചേരിയിൽ ചേർന്ന് പോകുന്നത് പോലെ നിന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കെ രമ MLA പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഠിനമായ പ്രയത്നങ്ങളുമുണ്ട്. അപ്പം അതൊരു നാട്ടിൻപുറത്തുകാരൻ ആ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിരവധിയായ കാര്യങ്ങൾ ചെയ്തത്. അതിലെ ഒരുപാട് പ്രമുഖരായ സിനിമാ സംവിധായകരോടൊപ്പം സിനിമക്കാരോടൊപ്പം പ്രവർത്തിക്കാൻ അതിൽ തീക്ഷ്ണമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ പുസ്തകത്തിൽ വളരെ സവിശേഷം ചെറിയ രൂപത്തിലാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ സിനിമ എന്ന അനന്തമായ കടൽ അത് വിവരിക്കാൻ എളുപ്പമല്ല. അതിലെ ജീവികളെ സംബന്ധിച്ച്, അതിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒക്കെ ഒരു പുസ്തകത്തിലോ 2 പുസ്തകത്തിലോ ഒന്നും തീരുന്നതായിരിക്കില്ല. പക്ഷെ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് സ്പർശിച്ച കുറച്ച് അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലുടനീളമുള്ളത്. അത് തീർച്ചയായിട്ടും നൗക ബുക്ക് അത് പ്രസിദ്ധീകരിച്ചു. അത് വായനക്കാർക്ക് നല്ലൊരു അനുഭവമാണ്. കാരണം വളരെ ലളിതമായ ഭാഷയിൽ നമുക്കറിയാവുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കഥാപാത്രത്തിന്റെ ഓടൊപ്പം സഞ്ചരിച്ചതിന്റെയും അവരുടെ കൂടെ പ്രവർത്തിച്ചതിന്റെയും അവരോടൊപ്പമുള്ള അനുഭവങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PK സതീശൻ അധ്യക്ഷനായ ചടങ്ങിൽ വിഷ്ണുമംഗലം കുമാർ, സുഗുണേഷ് കുറ്റിയിൽ, പപ്പൻ നരിപ്പറ്റ, ചരിത്രകാരൻ P ഹരീന്ദ്രനാഥ്, മണലിൽ മോഹനൻ, ഡോക്ടർ M മുരളീധരൻ, വത്സലൻ കുനിയൽ, രാജഗോപാലൻ കാരപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. PP രാജൻ സ്വാഗതവും റസാഖ് കല്ലേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.